പിന്നെ തലബുൽ ഹക്കി വഹദഹു, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക, വേറൊരു സ്വാർത്ഥതയും ഇല്ലാതിരിക്കുക. മഹാനായ ഗൗസുല്ലാദും ഖദ്ദസല്ലാഹു അസീദ് തൻ്റെ സിറുൽ അസ്റാറിൽ കാണാം, തരീഖുൽ ഉസൂൽ ഇലല്ലാഹി തആല മുതാബഅത്തുൽ ജിസ്മി അല സിറാത്തുൽ മുസ്തഖീം ബിഅഹ്കാമി ശരീഅത്തി ലൈലൻ വനഹാറ വദവാമു ദിക്രില്ലാഹി തആല ഫറദുൻ ഖായിമുൻ അല ത്വാലിബീൻ. അള്ളാഹിനെ കിട്ടാൻ എന്താ മാർഗം? സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തരീഖുൽ ഉസൂൽ ഇലല്ലാഹി തആല, അള്ളാഹുലേക്ക് എത്താനുള്ള വഴി, അള്ളാഹിനെ കിട്ടാനുള്ള മാർഗം, അഥവാ യഖീന് കിട്ടാനുള്ള മാർഗം, ഈ ബസീറത്ത് കിട്ടാനുള്ള മാർഗം എന്താണ്? മുതാബഅത്തുൽ ജിസ്മി അല സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് ശരിക്കും അവനവൻ്റെ ശരീരം പോസ്റ്റ് ചെയ്യുക. ശരീരത്തിന് എന്ത് ചെയ്യുക? ശരീരത്തിൻ്റെ അടുക്കും ചുറ്റിയും കൊടുക്കുക. ബിഅഹ്കാമി ശരീഅത്തി ലൈലൻ വനഹാറ, രാവും പകലും 24 മണിക്കൂർ ആൾക്കാരുടെ മുമ്പിലായിരുന്നാലും സ്വന്തമായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ശരീരത്തിൻ്റെ ഹുക്കുമ് അത് കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ വദവാമു ദിക്രില്ലാഹി തആല, അള്ളാഹിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അത് ഫർദുൻ ഖായിമുൻ അല ത്വാലിബീൻ, അള്ളാഹുവിനെ തേടുന്ന ആളുകൾ, ഈമാൻ കൊണ്ട് വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർക്ക് അനിവാര്യമായ കാര്യമാണെന്ത്? ഈ ദായിമായിട്ടുള്ള ഓർമ്മ. അപ്പോൾ നമ്മളതിലാണെന്ന് തന്നെ അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാന്നർത്ഥം. എല്ലാം തികഞ്ഞ ആൾക്കാരാന്നല്ല പറയണത്. എന്താണ്? നല്ല നിലക്ക് നടക്കുക, ഇതാണ് നമ്മുടെ പരിപാടി. ശരീരത്തനുസരിച്ച് നടക്കുക. പിന്നെ അള്ളാഹിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഈ 2 പരിപാടി ഇതാ വേണ്ടത്. ഈ 2 പരിപാടിയും അത് സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ അള്ളാഹിനെ ഓർമ്മയുള്ള ആൾക്കാരെ, അള്ളാഹിനെ ഓർമ്മിച്ച് നടന്ന ആളുകളെ, അവരുമായിട്ടുള്ളൊരു നിസ്ബ നമുക്കുണ്ടാകുമ്പോഴാണ് അത് പൂർത്തിയായി കിട്ടുന്നത്. മൻ ഔലിയാ അല്ലാഹ്, ആരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കളെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതിന് മറുപടി പറഞ്ഞത് അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ വരും. അള്ളാഹിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അവരെ കണ്ടാൽ അള്ളാഹിനെ വരും. അപ്പോൾ അവരെങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്നാണ് പോകും. അവർക്ക് അള്ളാഹിനെ കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത വരും. അപ്പോൾ ഈ 3 സംഭവം ചേർന്ന് കഴിഞ്ഞാൽ ത്വരീഖത്തായി. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പകരം വെക്കാനില്ലാത്ത നബി, രണ്ടാമത്തെ ഒന്നില്ല, അങ്ങനത്തെ നബിനെ കിട്ടിയ ആൾക്കാരാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. പിന്നെ പകരം വെക്കാനില്ലാത്ത ഗൗസുല്ലാദും ഖദ്ദസല്ലാഹു അസീസ്, അതിന് കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. പകരം വെക്കാനില്ലാത്ത ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്ത്, അതിൽ മെമ്പർമാരാവാൻ, അതിനെ സ്നേഹിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. അൽഹംദുലില്ലാ. പകരം വെക്കാനില്ലാത്ത ഖുതുബുസ്സമാൻ ശൈഖുന മഹാനവറുകൾ, ആളുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മഹാനവറുകൾ കിട്ടി. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടതുപോലെ നിഅമത്ത് ചെയ്ത ആൾക്കാരായ നമ്മൾ. ഈ നിഅമത്ത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുർ, നന്ദിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും ഒരു ഒറിജിനൽ ജീലാനിയായിക്കൊണ്ട്, അഭിമാനിയായിക്കൊണ്ട്. എന്നാൽ ദുരഭിമാനിയാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? നമ്മൾ മറ്റുള്ള ആളുകൾക്കൊക്കെ മാതൃകകളാവണം. നമ്മളടുത്ത് എന്തോ പ്രത്യേക സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരാൾക്ക് ഒരു സസ്പെൻസ് ആക്കി വെച്ചിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ എന്ത് ചെയ്യുക? അവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് ജീവിച്ചുകൊണ്ട്, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നന്നായിട്ട് ജീവിക്കുക, നന്മ ഉദ്ദേശിക്കുക മുഴുവൻ ആളുകൾക്കും. ആരോടും നമുക്ക് ശത്രുത വേണ്ട. ഇതിനു വേണ്ടിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹത്തായ മാർഗമെന്നത് ശരിക്കും ഈ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി ഈ പറഞ്ഞ പല ആളുകളും ഇവിടെ സംസാരിക്കാനുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അർഹമർ റഹീമീൻ റബ്ബേ, ഇത് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. പറഞ്ഞതനുസരിച്ചും കേട്ടതിനനുസരിച്ചും പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അർഹമർ റഹീമീൻ റബ്ബേ, പരിശുദ്ധമായ ഖാദിരിയ തരീഖത്തിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. മഹാനായ ഖുതുബുസ്സമാൻ മഹാനവറുകൾക്ക് എല്ലാ നിലക്കുള്ള ദറജകളും നീ നൽകണേ തമ്പുരാനെ. അവിടുത്തെ യഥാർത്ഥ മുരീദന്മാരിൽ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ.
മഹാനായ ഔസുലാലും ഖദ്ദസുല്ലാഹു വസല്ലത്തിൻ്റെ യഥാർത്ഥ മുരീദന്മാരിൽ നടത്തിപ്പെടുത്തുന്നു.